ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുള്ള പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ടീം ഇന്ത്യ സമീപനവുമായി മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി രാജ്യത്തെ പെട്രോളിയം ശേഖരത്തെ ബാധിച്ചിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള മാനുഷിക സഹായവും കാർഷിക കയറ്റുമതിയും അനുവദിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന അംഗീകരിച്ച് ഇറാൻ. സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ 2.38 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ സംഭരണ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് പ്രചാരണം നടത്തും. തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുള്ള പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ടീം ഇന്ത്യ സമീപനവുമായി മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെല്ലുവിളികളെ രാജ്യം ഒറ്റക്കെട്ടായി തരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. സാമ്പത്തിക വ്യാപാര സ്ഥിരത നിലനിർത്തുക, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, പൌരന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് രാജ്യത്തിന്റെ മുൻഗണനകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടന്ന യോഗത്തിൽ പറഞ്ഞു. സഹകരണ മനോഭാവത്തിലൂടെയും കൂട്ടായ ഉത്തരവാദിത്തത്തിലൂടെയും ടീം ഇന്ത്യയായി പ്രവർത്തിക്കാനാകുമെന്നും ഇതിലൂടെ ആഗോള പ്രതിസന്ധികളെ ഫലപ്രദമായി നേരിടാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥിതിഗതികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ജാഗ്രതയും ദ്രുത പ്രതികരണവും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മഹാമാരിക്കാലത്ത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ച് വിതരണ ശൃംഖലകൾ സുഗമമാക്കിയത് അദ്ദേഹം അനുസ്മരിച്ചു. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനും തെറ്റായ പ്രചാരവേലകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളോട് അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാന ജില്ലാതല കൺട്രോൾ റൂമുകൾ സജീവമാക്കി സ്ഥിതിഗതികൾ നിരീക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഖാരിഫ് സീസണ് മുന്നോടിയായി കാർഷിക മേഖലയിൽ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രാജ്യത്തെ ഇന്ധന ശേഖരത്തെ ബാധിച്ചിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. 42 രാജ്യങ്ങളിൽ നിന്നായി ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും വിതരണ ശൃംഖല ശക്തമായി തുടരുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ വ്യക്തമാക്കി. LPG-യുമായി 4 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായും ബന്ധം തുടരുകയാണെന്നും ന്യൂഡൽഹിയിൽ വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. We had 4 ships. They were laden with LPG. They have arrived in India. They safely crossed the Strait of Hormuz few days back. We continue to be in touch with all concerned countries for the safe transit of our ships to meet our energy requirements. Our imperative to secure the needs of our 1.4 billion people. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള മാനുഷിക സഹായം സുഗമമാക്കാൻ സമ്മതിച്ച് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള മാനുഷിക സഹായവും കാർഷിക കയറ്റുമതിയും അനുവദിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന ടെഹ്റാൻ അംഗീകരിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അലി ബഹ്റൈനി ജനീവയിൽ അറിയിച്ചു. മാനുഷിക ഉദ്യമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും അവശ്യ സഹായം ഉറപ്പാക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രതിബദ്ധതയാണ് നടപടി പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബഹ്റൈനി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉത്തർപ്രദേശിലെ ജവാറിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 11,200 കോടി രൂപ ചെലവിലാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഝാർഖണ്ഡ് സന്ദർശിക്കും. റാഞ്ചിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ 15ാമത് ബിരുദദാന ചടങ്ങിലും വെർച്വൽ റിയാലിറ്റി കേസ് റിപ്പോസിറ്ററിയുടെ ഉദ്ഘാടനത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, മുഖ്യമന്ത്രി ഹേമന്ത് സൊറേൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സമൂഹ പരിഷ്കർത്താവായ ബിർസ മുണ്ടയുടെ ഉലിഹാത്ത് ഗ്രാമത്തിലെ ജന്മസ്ഥലം സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും.
സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 2.38 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ സംഭരണ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ യോഗമാണ് കരസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്കായി അത്യാധുനിക ആയുധങ്ങളും സംവിധാനങ്ങളും വാങ്ങാൻ അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റിക്ക് അംഗീകാരം നൽകിയത്. ഇതിൽ S-400 മിസൈൽ സംവിധാനങ്ങൾ, ഇടത്തരം ഗതാഗത വിമാനങ്ങൾ, ആക്രമണ ഡ്രോണുകൾ, ആധുനിക പീരങ്കികൾ എന്നിവ ഉൾപ്പെടുന്നു. ധനകാര്യ ബില്ലിനും ധനവിനിയോഗ ബില്ലിനും പാർലമെന്റ് അംഗീകാരം നൽകി. ബില്ലുകൾ രാജ്യസഭ പരിഗണിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരിച്ചയച്ചു. ഇരു ബില്ലുകളും ലോക്സഭ നേരത്തെ പാസാക്കിയിരുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ചകൾക്ക് മറുപടി നൽകി. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് തിങ്കളാഴ്ച വീണ്ടും ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പരിപാടിയുടെ 132ാം പതിപ്പാണിത്. ദൂരദർശനും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഇടം നേടിയവരെ കണ്ടെത്തുക എന്നതാണ് തീവ്ര വോട്ടർ പട്ടികയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാടും കേരളവും ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ അധികം ആശങ്കകളില്ലാതെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി 11 ദിവസം കൂടി പരസ്യപ്രചാരണം അവശേഷിച്ചിരിക്കെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തെരഞ്ഞെടുപ്പ് ചൂടും അന്തരീക്ഷ താപനിലയും മത്സരിച്ച് മുന്നേറുന്ന പ്രതീതിയാണ് ഇനി 11 ദിവസം കൂടി പരസ്യ പ്രചാരണം അവശേഷിച്ചിരിക്കുന്ന കേരളത്തിൽ ഇപ്പോഴുള്ളത്. 3 മുന്നണികളും സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ അതിശക്തമായ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ അന്തരീക്ഷ താപനില പതിവിലും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയർന്നതും അധികരിച്ച ഈർപ്പത്തോടുകൂടിയ വായുവും പകൽ സമയത്ത് പ്രചാരണത്തിനിറങ്ങുന്ന പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രിയും CPM നേതാവുമായ പിണറായി വിജയൻ ശനിയാഴ്ച പാലക്കാടും ഞായറാഴ്ച മലപ്പുറത്തും പ്രചാരണ രംഗത്തുണ്ടാകും. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ശനിയാഴ്ച എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാളെ കേരളത്തിൽ 2 പരിപാടികൾ. ഉച്ചയ്ക്ക് 2-ന് പാലക്കാട്ട് നടക്കുന്ന NDA പൊതുസമ്മേളനമാണ് ആദ്യ പരിപാടി. വൈകിട്ട് 4-ന് തൃശൂർ സ്വരാജ് റൌണ്ടിലെ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ എയർ സ്പേസ്, പ്രൈവറ്റ് ഹെലികോപ്റ്റർ, ഡ്രോൺ, ഹാങ് ഗ്ലൈഡറുകൾ എന്നിവയുടെ ഉപയോഗം മാർച്ച് 29-ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി V. മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ഉള്ളൂരിൽ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ തിരുവനന്തപുരം മണ്ഡലം UDF സ്ഥാനാർത്ഥി CP ജോണിന്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-ന് ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്നലെ ബാങ്കോക്കിൽ നടന്ന ഏഷ്യ കപ്പ് ലോക റാങ്കിംഗ് ടൂർണമെന്റ് അമ്പെയ്ത്ത് മത്സരങ്ങളിൽ ഇന്ത്യ 10 മെഡലുകൾ നേടി. ഇന്ത്യയുടെ മിക്സഡ് ടീം സ്വർണം നേടിയപ്പോൾ പുരുഷ വ്യക്തിഗത ഇനത്തിൽ 3 മെഡലുകളും ഇന്ത്യ സ്വന്തമാക്കി. മത്സരത്തിൽ 2 സ്വർണവും 4 വെള്ളിയും 4 വെങ്കലവും ഇന്ത്യക്ക് ലഭിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം സൃഷ്ടിച്ച ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അതിഥിയായാണ് അദ്ദേഹം ലോക് ഭവനിൽ എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുള്ള പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ടീം ഇന്ത്യ സമീപനവുമായി മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി രാജ്യത്തെ പെട്രോളിയം ശേഖരത്തെ ബാധിച്ചിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള മാനുഷിക സഹായവും കാർഷിക കയറ്റുമതിയും അനുവദിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന അംഗീകരിച്ച് ഇറാൻ. സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ 2.38 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ സംഭരണ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ.
നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് പ്രചാരണം നടത്തും. തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.